എല്ലാവർക്കും നമസ്കാരം സുഹൃത്തുക്കളെ. ഞാൻ ജോർജിൻ്റെയും അതുപോലെ തന്നെ മാത്യുവിൻ്റെയും റോസ്മേരിയുടെയും വീട്ടിലാണ്, വെള്ളിയാമറ്റത്തുള്ള. ഇവിടെ ഞാൻ കുറച്ച് നേരം മുമ്പാണ് വന്ന്, അതിന് ശേഷമാണ് വീഡിയോയിലേക്ക് കടന്നത്. ഞങ്ങൾ പാല് കൊടുക്കാനായിട്ട് മിൽമ വരെ പോയി. അതിനുശേഷം തിരക്ക് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് തിരക്ക് കഴിഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാമെന്ന് കരുതി. നമ്മുടെ ഒപ്പം മാത്യു ഉണ്ട്. മാത്യുവിനോട് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. മാത്യുക്കുട്ടാ, നമസ്കാരം. നമ്മൾ പാല് കൊടുക്കാനൊക്കെ പോയല്ലേ? എല്ലാ ദിവസവും ഇങ്ങനെ ഇലക്ട്രിക് സ്കൂട്ടറിനാണോ പോകുന്നത്? രാവിലെ എങ്ങനെയാണ് പോകുന്നത്? രാവിലെ ഞാനും അനിയത്തിയും കൂടെ ഇലക്ട്രിക് സ്കൂട്ടറിനാണ് പോകുന്നത്. അതെയോ, രണ്ടുപേരോടെ പോകുന്നത്. നമ്മൾ ഇന്ന് പോയ പോലെ തന്നെയാണ് പോകുന്നത്. എത്ര പശു ഉണ്ട് ഇപ്പം? ഇപ്പോൾ കറക്കുന്നത് 8 എണ്ണം, പിന്നെ കറവ് ചില വറ്റിയിരിക്കുകയാണ്, പിന്നെ കിടാക്കളും ചെനയുള്ളതൊക്കെ ആയിട്ട് 20 എണ്ണം. 20 എണ്ണമുണ്ട്. കിടാക്കൾ എത്രയുണ്ട്? 12 എണ്ണം ഉണ്ട്. 12 കിടാക്കളുണ്ട് അല്ലേ? എല്ലാ കിടാക്കളും മൂരിയാണേലും അതുപോലെ തന്നെ പശുക്കിടാക്കളാണേലും നമ്മളതിനെ പരിപാലിച്ച് ഇവിടെ തന്നെ വളർത്തുമല്ലേ? ചില ഫാമുകളിൽ കൂടെ കേട്ടിട്ടുണ്ടോ, അതായത് ഒരു 3-4 ദിവസം കഴിയുമ്പോഴത്തേനും കിടാക്കളെ വിൽക്കുന്ന ഒരു രീതികളൊക്കെ ഉണ്ടല്ലോ, അറിയാമോ അതിനെക്കുറിച്ചൊക്കെ? അതിനെക്കുറിച്ചെല്ലാം അറിയാം. അതിനാ മോനെ അങ്ങനെ കൊടുക്കാനായിട്ടുള്ള കാരണം എന്നാ? അത് മെയിൻ എല്ലാവരും നോക്കുന്നത് ഇപ്പോൾ പാലിനോട്, എല്ലാവരും നോക്കുന്നത് പാലിന് എങ്ങനെ കിട്ടുമെന്നൊക്കെയാണ്. അതായത് കിടാവിനെ കുടിപ്പിക്കുന്ന നേരത്തെ അത് കറന്നെടുക്കുവാണെങ്കിൽ അത്രയും കാശ് കൂടുതൽ കിട്ടും. പിന്നെ കിടാവിനെ നോക്കണമെങ്കിൽ അതിലും വേറെ പണിയാണ്. നല്ല ഇനത്തിലുള്ള കിടാക്കളല്ലേ മോനെ തൊഴുത്തിൽ കൂടെ ഉണ്ടാകുന്നത്? ഒരു കിടാവിനെ ഒരു മാസം നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു ദിവസം ഒരു 3 ലിറ്റർ പാലുണ്ടെങ്കിൽ ഒരു കിടാവിനെ നമുക്ക് വളർത്താനായിട്ട് പറ്റിയല്ലേ? ഒരു മാസം ആകുമ്പോഴത്തേനും ഒരു 3 ലിറ്റർ പാൽ വെച്ച് 50 രൂപ വെച്ച് കണക്കാക്കി കഴിഞ്ഞാൽ ഒരു 4500 രൂപ കൊണ്ട് ഒരു മാസം നമുക്ക് കിടാവിനെ പരിപാലിക്കാനായിട്ട് പറ്റും. ഈ കിടാവിനെ പരിപാലിക്കാനുള്ള എമൗണ്ട് സർക്കാർ തലങ്ങളിൽ കർഷകർക്ക് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഈ നല്ല കിടാക്കളെ തമിഴ്നാട്ടിൽ നിന്ന് മേടിക്കാതെ തന്നെ നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കാൻ മേലെ മോനെ? ഉൽപ്പാദിപ്പിക്കാം. അതുപോലെ കിടാവ് വളർന്നതിനനുസരിച്ച് പുല്ലും അതിനുള്ള ഫീഡും ഇതെല്ലാം ചിലവാണ്. ഈ ചിലവ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ഏറ്റെടുക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ മൃഗാശുപത്രിയായിട്ട് ബന്ധപ്പെട്ട് ഓരോ കിടാക്കളുണ്ടായി കഴിയുമ്പോൾ അതിൻ്റെ ജനനവും കാര്യങ്ങളെല്ലാം രജിസ്റ്റർ ചെയ്ത് അതിനെ പരിപാലിക്കേണ്ട രീതികളിലേക്ക് സർക്കാർ തലങ്ങളിൽ ഒരു സപ്പോർട്ട് കിട്ടുവാണെങ്കിൽ നല്ല രീതിയിലുള്ളൊരു മൃഗസംരക്ഷണം നമ്മുടെ നാട്ടിൽ തന്നെ കൊടുക്കാമല്ലേ? കൊടുക്കാതിരിക്കും അല്ലേ? അപ്പം നമ്മൾ ഓർക്കാറില്ലേ, കാണാറുണ്ടോ ഈ പശുക്കിടാക്കളെയൊക്കെ വണ്ടിയെ കയറ്റിക്കൊണ്ട് പോകുന്ന ശ്രദ്ധിക്കാറുണ്ടോ? കൊച്ചു കണ്ടിട്ടുണ്ടോ അങ്ങനെയൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത്? അങ്ങനെ കണ്ടില്ലേ, ചാനലിൽ കൂടെ കണ്ടിട്ടുണ്ട്. അതായത് എവിടെയെങ്കിലും വെച്ച് ഇങ്ങനെ വണ്ടിയിൽ പോലീസ് പിടിക്കുന്നതൊക്കെ അല്ലേ? അതുപോലെ അല്ലാതെ തടയുന്നൊക്കെ കുറെ കണ്ടിട്ടുണ്ട്. വേദന തോന്നാറുണ്ടോ മോനെ ആ സമയത്ത്? ആർക്കും തോന്നുന്ന കാര്യങ്ങളല്ലേ? കാരണം നമ്മളതുപോലെ ഓമനയായിട്ട് ഒരു കുഞ്ഞിക്കിടാവ് ഒരു തൊഴുത്തിലുണ്ടായി കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ നമ്മൾ. ഇതിപ്പം ഈ ചിലവർ ബിരിയാണിക്കൊക്കെ ആയിട്ട് ചില കുഞ്ഞിക്കിടാക്കളെ ഉണ്ടാകുന്നതിനെ കൊണ്ടുപോകും. ആർക്കും സങ്കടം തോന്നുന്ന കാര്യങ്ങളാണ്. കാരണം എൻ്റെ മനസ്സിലുള്ള കാര്യം തന്നെയാണ് ഞാൻ ഈ കൊച്ചിനോട് ചോദിച്ചറിയുന്നത്. കാരണം പല പ്രാവശ്യവും ഇങ്ങനെ നമ്മുടെ യാത്രയിലൊക്കെ ബസ്സിലും അല്ലാതെയൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ തിരക്കിപ്പെട്ട് നമ്മുടെ കണ്ണുകൾ ചിലപ്പോൾ ഇതുപോലെ മൃഗങ്ങളെ കയറ്റിക്കൊണ്ട് പോകുന്ന ഈ കുഞ്ഞു കിടാക്കളെ, അതും വണ്ടിയെ തിക്കി നിറച്ച് ഈ ആടിൻ്റെ കൂടെയൊക്കെ കിടാക്കളെ നിർത്തി കൊല്ലാനായിട്ട് തന്നെ കൊച്ചു പറഞ്ഞ പോലെ തന്നെ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ആ ഒരു കൊണ്ടുപോകുന്ന സാഹചര്യങ്ങൾ നമ്മുടെ മനസ്സ് വല്ലാതെ വേദനിപ്പിക്കുന്നതാണ്. അറിയാതെ നമ്മുടെ മനസ്സ് അല്ലേ, നമ്മൾ വീട്ടിൽ വരുമ്പോൾ ഓർക്കാറില്ലേ അങ്ങനെ കാര്യങ്ങൾ? ഈ കാലിത്തീറ്റകൾ സബ്സിഡി ആയിട്ട് നമുക്ക് കിട്ടാറുണ്ടോ? ഉണ്ട്. ഇപ്പോൾ പശുക്കളുടെ ഒരു പശുവിന് ഒരു കാലിത്തീറ്റ സബ്സിഡി ഉണ്ട്, പിന്നെ ഒരു കിടാവിനും ഉണ്ട്. ഒരു പശുവിന് ഒരു കിടാവിന് മാത്രമുള്ള സബ്സിഡി ആയിട്ട് കിട്ടുന്നേ ആവുപാടെ? കൊച്ചേ, നമുക്ക് പശുവിനെയൊക്കെ ഒന്ന് കാണിച്ചു തരാവോ? ഓക്കെ. ഇത് ആർക്കുണ്ടായതാ? ഇത് കപ്പത്തൂര് കഴിച്ച് 10 പേരിൽ ഉണ്ടായ ഒരു പശുവിനെ കിടാക്കളാണ്. ഒരു പശുവിന് 2 കിടാക്കള്? അതിൻ്റെ പശു മരിച്ചുപോയി? അയ്യോടാ. ഇവർ രണ്ടുപേരും ചേച്ചി. അതെയോ? ഏത് അവിടെ ചേച്ചി? ഏതാ ഇതാണ് ചേച്ചി? ഇത് ജേഴ്സി ആണോ മോനെ? അതല്ലേ. ഇത് ഏതാ ഇനം മോനെ? അതെയോ? മാട്ടുപ്പെട്ടിന്ന്. ഇതിലേതാ പി ജെ ജോസഫ് സ്പോൺസർ ചെയ്തത്? ഏത്? ഇവക്കടെ പേരെന്നാ? കരീന കപൂർ ആണോ? അതെല്ലേ, കരീന.
ഇവിടെ കറക്കുന്നുണ്ടോ? ആ. അതെ. എത്ര ലിറ്റർ ഉണ്ട് ഒക്കെ? രാവിലെ ഉണ്ടായപ്പോൾ 10 ലിറ്റർ ഉണ്ടായിരുന്നു രാവിലെ. പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് 5 ലിറ്റർ 6 ലിറ്റർ കിട്ടിയായിരുന്നു. 6 ലിറ്റർ കിട്ടിയല്ലേ? ഉച്ച ഇവക്ക് കരീനയ്ക്ക് മക്കളുണ്ടോ? ഉണ്ട്. പുത്രൻ അവിടെ ഉണ്ട്. അവിടെ ഉണ്ടോ? നമുക്ക് അതിനെ കണ്ടാലോ? ആ, മൂരിയല്ലേ? കരീനയുടെ ഗ്ലാമർ ഒന്നും കിട്ടിയിട്ടില്ല അല്ലേ? ആ പുള്ളിയൊന്നും കിട്ടിയിട്ടില്ല. അടിയിലുണ്ട്. എന്തോ അടിയിലായിട്ട് വെള്ളപ്പാൻ. ഉണ്ടല്ലേ? കരീനയ്ക്ക് ഇവിടെ വന്നപ്പോ ഇനി ഒരു കിടാവ് ഉണ്ടായുള്ളൂ. അന്ന് ചെനയായിരുന്നോ? ചെന ഉണ്ടെന്ന് പറഞ്ഞ. അതെയോ, ചെന ഉണ്ടായിരുന്നു അല്ലേ? ചിഞ്ചു റാണി മാടൻ തന്ന പശുവിനെ കാണിച്ചു തരാവോ? ആ, ഇത് ഇവക്ക് കറവ് എന്നാണ്ട്? രാവിലെ മൊത്തം ഒരു ദിവസം മൊത്തം 18 ലിറ്റർ മേലെ കിട്ടി. ഒരു ദിവസം രാവിലെയും വൈകിട്ടോടെ അല്ലേ? 20 ലിറ്ററോളം കിട്ടിയായിരുന്നു. ഇത് CPM പാർട്ടി തന്ന പശുവിൽ 3 ഒരെണ്ണം. ഇത് CPM പാർട്ടിന്ന് പശു കിട്ടിയായിരുന്നല്ലേ? അവര് തന്നതിൽ 2 ചത്തുപോയി. 2 ചത്തുപോയോ? അതെങ്ങനെയാ ചത്തുപോയോ അവനെ? അത് കാലാവസ്ഥയുടെയും പിന്നെ അതല്ലാതെ തീറ്റയൊക്കെ ആയിട്ട് ഒത്തു വന്നപ്പോഴത്തേക്കും ശരിയായില്ല. അത് ഏത് പശു ആയിരുന്നു? ഏത് ഇനമായിരുന്നു? അത് രണ്ടും HF ആയിരുന്നു. HF ആയിരുന്നു. കറവയുണ്ട്? കറക്കാൻ പറ്റിയതിനെ? അത് കറക്കാൻ ഉണ്ട്. ക്രാവ് ഉണ്ടായി, കറന്നു. പശു എത്തുപോയി. ക്രാവ് ഇപ്പോഴും ഉണ്ട്. എത്ര നാളായിരുന്നു ഈ പശുവിനെ കിട്ടിയിട്ട്? എത്ര നാൾ നമുക്ക് വളർക്കാനായിട്ട് പറ്റി? അതൊരു 4-5 മാസം. 4-5 മാസം. നമ്മുടെ ക്ലൈമറ്റ് പിടിച്ചില്ല? ഇല്ല. നാട്ടിലുള്ള പശു അല്ലായിരുന്നു? അല്ല, കൃഷ്ണഗിരിന്ന് കൊണ്ടുവരിക. അതെല്ലേ? വേറെ പശു ചിഞ്ചു റാണിയുടെ ഇത് 3 അല്ലേ? അതെ, ഇതല്ലേ? ഇവക്ക് പേരുണ്ടോ? ഇല്ല, പേരൊന്നും ഇട്ടില്ല. അതെയോ? ഇവക്ക് കറവേനുണ്ട്? ഇവക്ക് രാവിലെ 9 ലിറ്ററോളം കിട്ടിയായിരുന്നു. അതെല്ലേ? 9-10 അടുത്ത് കിട്ടി. അതെല്ലേ? നമുക്ക് ചിഞ്ചുന്ന് തന്നെ പേരിട്ടാലോ മോനെ? അങ്ങനെയാണോ വിളിക്കുന്നേ? അങ്ങനെയൊന്നുമില്ല. ഇല്ലേ? ഓർക്കാറുണ്ടോ? ഇതിനെ കാണുമ്പോൾ ചിഞ്ചുവിന്റെ കാര്യം ഓർക്കാറുണ്ടോ? അതെയോ? പിന്നെ ഇതാണോ? ഇത് ചിഞ്ചുവിന്റെ ആണോ? ചിഞ്ചു എന്ന പശുവാണിത്? അതെയോ? ഇത് അപ്പം ഇതും ഇതും അല്ലേ? ഇത് ലാസ്റ്റ് നിൽക്കുന്നു അല്ലേ? ഇതും ലാസ്റ്റ് ആദ്യം കാണിച്ചു. ഇത് ഏതാണ്ട് ഷേപ്പൊക്കെ ഒന്നാലോ? ഇത് കഴിച്ച ക്ഷീണത്തിലുണ്ടോ മോനെ? അതെ. ഇവ കറവ പറ്റിയ കാരണമാണോ ക്ഷീണത്തില്? വന്നപ്പോ ചെന ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ തൈലേറിക്കൂടെ കുത്തിയപ്പോ എടുത്തു. എന്തോ? തൈലേറിയ എടുത്തപ്പം അബോർഷനായി പോയി. അബോർഷൻ ഈ ഇടയ്ക്കാണ് അബോർഷൻ ആയത്? അല്ല, കൊണ്ടുവന്നപ്പം 2-3 മാസം ചെന ഉണ്ടായിരുന്നു. അതിൻ്റെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 6-7 മാസമായപ്പോഴത്തേക്കും ചെന 6 മാസമായപ്പോഴത്തേക്കും അബോർഷനായി പോയി. തൈലേറിക്ക് കുത്തിയപ്പെടുത്തപ്പോഴത്തേക്കും 2 ഡോസ് എടുത്തായിരുന്നു. അന്നേരത്തേക്കും പോയി. ഇങ്ങനെ തൈലേറിക്ക് കുത്തിവെപ്പെടുത്തു കഴിഞ്ഞാൽ ക്ഷീണത്തിലേക്ക് വരും അല്ലേ? ഇൻഷുറൻസ് ഉണ്ടോ ഇതിന്? ഉണ്ട്. സമയത്ത് മൃഗഡോക്ടർമാരെ വിളിച്ചു കഴിഞ്ഞാൽ വരുന്നുണ്ടോ മോനെ? നല്ല മൃഗഡോക്ടർമാരുടെ സേവനമൊക്കെ എങ്ങനെയാ? തൃപ്തികരമാണോ? കുഴപ്പമില്ലെന്ന് പറയുമ്പോൾ കുഴപ്പമുണ്ടല്ലേ? അങ്ങനെയും പറയാം അല്ലേ? വേറെ അസുഖങ്ങളെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ സമയത്ത് വരുമോ? നമുക്ക് കൊച്ച് പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഇപ്പം നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പോരാൻ നേരത്ത് നല്ലൊരു സർവീസ് കാര്യങ്ങളൊക്കെയാണോ അവിടെ നിന്ന് കിട്ടിയാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പോരാൻ നേരത്ത് നമുക്ക് മനസ്സിലൊരു ഗ്രാഹ്യം ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ ഈ മൃഗാശുപത്രിയിൽ നിന്ന് ഈ പശുക്കൾക്ക് അസുഖം വന്നു കഴിയുമ്പോൾ അവർ അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് നമ്മുടെ അടുത്ത് വരുമ്പോൾ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുത്ത് പോയി കഴിയുമ്പോൾ കൊച്ചു അതിന് സാറ്റിസ്ഫൈഡ് ആണോ മോനെ? അവർ തന്നെ സർവീസിൻ്റെ കാര്യത്തിൽ കൊച്ചിൻ്റെ മുഖത്തുനിന്ന് ഒരു പോരായ്മ പോലെ തോന്നുന്നു. അതാണ് ഞാൻ ചോദിക്കുന്നത്. അത്രയില്ല, എന്നാലും കുഴപ്പം ഉണ്ടയില്ല അങ്ങനെ. അതെല്ലേ? ഡോക്ടർമാർ രാത്രി സമയങ്ങളൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവർ എടുക്കാറുണ്ടോ? ഫോൺ എടുക്കാറുണ്ടോ? അതിപ്പം ഇവിടുത്തെ ഡോക്ടർ ഇല്ല. അതിന് പകരം തൊടുപുഴ എന്നുള്ള ഒരു ഡോക്ടറാണ് ഇപ്പോൾ ഇവിടെ നിലവിൽ. ഈ വെള്ളിയാമറ്റം മൃഗാശുപത്രി വെറ്റിനറി ഹോസ്പിറ്റലിൽ ഇല്ലേ? ഡോക്ടർ ഇല്ലേ? ഡോക്ടർ ഇപ്പോൾ ഇല്ല. ഡോക്ടർ പ്രഗ്നന്റ് ആയിരുന്നു. അതിന് പകരമായിട്ട് ആരുമില്ല? ഒരു സാറുണ്ട്. സാറ് അങ്ങ് ഉപ്പൂന്നില്ല. ഇവിടെ ആഴ്ച 3 ദിവസം വരും. ആഴ്ച 3 ദിവസം വന്നിട്ട് കാര്യമില്ലല്ലോ? എല്ലാ ദിവസവും അല്ലേ? സാറിനെ കൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമില്ല. ആഴ്ച 3 ദിവസം സർവീസ് ഉള്ളു നിലവിൽ. എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ആഴ്ചയിൽ 3 ദിവസം അങ്ങനെയൊക്കെ എല്ലാ ദിവസവും വന്നു കഴിഞ്ഞാൽ മാത്രമല്ല മോനെ കാര്യമുള്ളൂ. നമ്മള് ചെല്ലുമ്പോ ചിലപ്പോ കാണില്ല. ചെല്ലുമ്പോൾ കാണത്തില്ല. ഇപ്പൊ 3 ദിവസം ഉള്ളതിന് ചിലപ്പം പിന്നെ ആ 3 ദിവസം ഏതാ നമുക്ക് അറിയാൻ പറ്റത്തില്ല.
അവിടെ ചെല്ലുമ്പോൾ ചോദിക്കുമ്പോൾ പറയും ഇന്ന ദിവസം ഉണ്ടെന്ന് പറയും. അന്ന് എല്ലാം പറ്റില്ല, കാരണം ക്ലാസ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെ അല്ലേ. എന്നാണെങ്കിലും നല്ല ഡോക്ടറുടെ സേവനവും കാര്യങ്ങളൊക്കെ ഇത്രയും പശുക്കളൊക്കെ ഉള്ളപ്പം ഡോക്ടറുടെ സേവനവും കാര്യങ്ങളൊക്കെ അനിവാര്യമല്ല മോനെ. നമുക്ക് നമ്മുടെ കൊച്ചിനെ അങ്ങനെ വേദനിപ്പിച്ചിട്ടുണ്ടോ ഡോക്ടർ ഇല്ലാതെ വന്നതിൻ്റെ പേർക്ക് കൊച്ചിന് സങ്കടമൊക്കെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നാതില്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ല അല്ലേ. ഓക്കെ മോനെ. മോനെ വേറെ പശുക്കളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താവോ, ഒന്ന് പറയാവോ? ഇത് അന്ന് കപ്പത്തൂലി കഴിച്ചിട്ട് ഇവിടെ താഴെ കമ്പിയുണ്ട്, ആ കമ്പിയിൽ പിടച്ചപ്പം കൈയിട്ടടിച്ച് അവിടെ കിട്ടി അങ്ങേ മൂലയില്. അന്ന് കൈയിട്ടടിച്ചിട്ട് കൈക്കൊരു കുഴപ്പം പറ്റിയിട്ട് ഇവിടെ പുറത്ത് കിട്ടിയ ഒരു പശുവായി, കിടാവായിരുന്നു. അതിന് ഡോക്ടർമാര് പറഞ്ഞു രക്ഷപ്പെടില്ലെന്ന് പറഞ്ഞ കിടാവാ ഇവിടെ. എന്നിട്ട് കൊല്ലാൻ കൊടുത്തോളാൻ പറഞ്ഞു ഡോക്ടർമാർ. പറഞ്ഞു ഇവിടെ ഈ വെള്ളിയാമറ്റത്തെ ഡോക്ടർമാര് വെള്ളിയാമറ്റത്തെ തൊടുപുഴത്തെ അവരെല്ലാം നോക്കിയപ്പോ രക്ഷപ്പെടില്ലെന്ന് പറഞ്ഞു. അതിന് കൊല്ലാൻ കൊടുത്തോളാൻ പറഞ്ഞു. പിന്നെ ഞങ്ങക്ക് കൊല്ലാൻ കൊടുക്കാൻ മനസ്സിലായിരിക്കും അല്ലേ. എന്നിട്ട് ഞങ്ങള് ഒരു ദിവസം മഴയായിട്ട് ഞങ്ങൾ ഒരു പ്രകൃതി ഉന്തി കയറ്റി തൊഴുത്തി കയറ്റി. നേരെ മനസ്സിലായി കുഴപ്പമില്ല, നടക്കാൻ കുഴപ്പമില്ല. ഒരു കൈക്ക് ഇങ്ങനെ താഴെ കുളമ്പിന് അവിടെ ആയിട്ട് ഒരു ചെറിയ ഇത് വേദന ഉള്ളൂ എന്ന് തോന്നി. പിന്നെ കുഴമ്പ് വെച്ച് പറക്കി വന്നപ്പോഴത്തേക്കും കുറഞ്ഞു വന്നു. അതെയോ? അപ്പൊ അത് പ്രസവിച്ചു. എന്നാ മോനെ ഇവക്കടെ പേര്? ഇവളുടെ പേര് ഐശ്വര്യ റാണി. ഐശ്വര്യ, നീ മിടിക്കട്ടോ, നീ പേടിപ്പിച്ച് കളഞ്ഞല്ലേ ഈ പിള്ളേരൊക്കെ. ഇവളാണോ അതിൻ്റെ അകത്തുനിന്ന് നല്ല രീതിയിൽ റിമൂവ് ആയി പോകുന്നത്? ഈ കപ്പത്തൊഴിൽ കഴിച്ച് എത്ര മേലായിക വന്നിട്ട് ഇവളാണോ അതിൻ്റെ അകത്ത് സഡനായിട്ട് ഏറ്റുചാടി പോകുന്നേ? അങ്ങനെ രക്ഷപ്പെട്ടത് 9 എണ്ണം രക്ഷപ്പെട്ട്, അല്ല 9 13 എണ്ണം രക്ഷപ്പെട്ടായിരുന്നു. 13 എണ്ണം. അതിൽ 1 എണ്ണമാണ് ഇത്. ബാക്കിയുള്ളത് ഇത് കിടാവായിരുന്നു. അതിപ്പോ വളർന്ന് ഇപ്പൊ ചെനയായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് അന്നും ഉണ്ടായിരുന്ന 2 ട്വിൻസ് ഇരട്ടകളാണ്. ഇവർക്ക് ഇപ്പം ഹീറ്റ് കാണിക്കുന്നുണ്ട്. കുത്തി വെച്ചു, ചെന പിടിച്ചില്ല. പിന്നെ അന്ന് പശു മരിക്കുമ്പോ കുടിച്ചോണ്ടിരിക്കുവായിരുന്നു ഇതേ കിടാവ്. ഇത് കുടിച്ചോണ്ടിരിക്കുന്ന കിടാവായിരുന്നു. അതെയോ? അപ്പോൾ അന്ന് ഇവക്ക് 1 മാസം പ്രായം ഉണ്ടായിരുന്നോ? 2-2.5 മാസം ഉണ്ടായിരുന്നു. പശുക്കിടാവല്ലേ? പശുക്കിടാവ്. എന്നിട്ട് അന്ന് ചത്തുപോയ പശുവിലെ ഒരു കിടാവാണിത്. ഇവളല്ലേ? ആകെ കുടിച്ചോണ്ടിരുന്ന ഇവളായിരുന്നു. പിന്നെ കുറെ മരിച്ചുപോയതിൻ്റെ അകത്ത് പാതി മുക്കാലത്തിനകത്തും ചെനയുള്ള കിടാക്കളായിരുന്നു. അതെല്ലേ? പശു. ഇതോ ഈ 2 കിടാക്കള് കൃഷ്ണഗിരി എന്ന് കൊണ്ടുവന്ന ഈ പശുവിന്റെ കിടാവ്. ഇവക്കടെ കിടാവ് അല്ലേ? ഇവക്കടെ ഇത് CPM-ന്റെ പശു അല്ലേ? കൃഷ്ണഗിരി. അതെല്ലേ? ഓക്കെ. കൃഷ്ണഗിരിന്ന് 3 പശുക്കൾ കൊണ്ടുവന്നു. അതിലുള്ള 1ാമത്തെ കിടാവ് ഇത്, 2ാമത്തെ കിടാവ് പുറത്ത് മുകളിലല്ലേ? അപ്പൊ ഇവളോ? ഇത് മാട്ടുപ്പെട്ടിന്ന്. ഇത് ആര് സ്പോൺസർ ചെയ്താ? ആദ്യമല്ലേ? ഏറ്റവും ആദ്യം. അത് ആരാ മോനെ? ഇത് ചിഞ്ചു. ഇത് ചിഞ്ചുവിന്റെ അല്ലേ? അതല്ലേ? അതെയാ. നമുക്ക് ഇതിന് മൂക്കയറൊന്നും അങ്ങനെ ഇടാറില്ലല്ലേ മോനെ? ഇവരുടെ അന്ന് വന്നപ്പോ ചെനയൊക്കെ ഉണ്ടായതുകൊണ്ട് അന്ന് കുത്താൻ പറ്റിയില്ല. അതെല്ലേ? പിന്നെ പ്രായമൊക്കെ ആയതുകൊണ്ട് ഇത്രയും വലിയതല്ലേ, പിന്നെ കുത്താൻ ഇനി പാടാന്ന് പറഞ്ഞു. മോനെ ആരൊക്കെ കഴിഞ്ഞ വർഷം മോന് സഹായഹസ്തമായിട്ട് വന്നു? ജോസഫ് സാറ് വന്നു, പിന്നെ ചിഞ്ചു റാണി മേഡം വന്നു, പിന്നെ CPM പാർട്ടിക്കാർ വന്നു, പൃഥ്വിരാജ് സാർ വന്നു, ജയറാം സാർ വന്നു, പിന്നെ ജാതിച്ചോട്ടിൽ നിന്ന് ഗ്രൂപ്പുകാർ വന്നു, പിന്നെ കുറേ പേര് വന്നു. മമ്മൂട്ടി സാറ് വന്നു. മമ്മൂട്ടി സാർ പറഞ്ഞു കിട്ടിയില്ല. മമ്മൂട്ടി സാർ വന്നായിരുന്നു ഇവിടെ? ഇല്ല. ഇവിടെ വന്നില്ല. ഇല്ല. അപ്പോൾ സഹായം തരുമെന്ന് അറിഞ്ഞിരുന്നല്ലോ. കിട്ടിയില്ലല്ലേ? ഇല്ല. എന്താ പിന്നെ അന്വേഷിച്ചായിരുന്നു? അതിനെക്കുറിച്ച് ആരും ഒന്നും പറഞ്ഞില്ല. അതിനെക്കുറിച്ച് ചോദിച്ചപ്പം പറഞ്ഞത് മമ്മൂട്ടി സാർ പറഞ്ഞെങ്കിൽ തരണ്ടിയാ, എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. അന്ന് വാർത്തയിൽ അറിഞ്ഞ ജയറാം പശുവിനെ കാണാനായിട്ട് ഇവിടെ മോൻ്റെ വീട്ടിലേക്ക് വന്ന വഴിക്ക് മമ്മൂട്ടി സാർ വിളിച്ചിരുന്നെന്നും, അപ്പോൾ മമ്മൂട്ടി സാറിൻ്റെ ഒരു വകയായിട്ട് ഒരു പശുവിനെ അല്ലേ? ഒന്നാണോ 2ആണോ? 2 പശു. അതായത് ജയറാം സാർ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചതെന്നും പശുവിനെ 2 പശുവിനെ കൊടുക്കാനായിട്ട് പ്രത്യേകം
ജയറാം സാറിനെ ഏൽപ്പിച്ചിരുന്നതാണല്ലോ ഒരു വാർത്തയായിട്ട് വന്നത്. അപ്പം അങ്ങനെ പശുക്കളെ ഒന്നും കിട്ടിയില്ലല്ലേ? ഇല്ല, അങ്ങനെയൊന്നും പശുവായിട്ടോ അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. കിട്ടിയില്ലല്ലേ? എന്താണേലും പറഞ്ഞാണെങ്കിൽ കിട്ടും മോനെ, കിട്ടാതിരിക്കത്തില്ല. എന്താണേലും മമ്മൂട്ടി സാറ് ഒരു വാക്ക് പറഞ്ഞാൽ കേട്ടിട്ടുള്ള, മമ്മൂട്ടി സാർ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിന് യാതൊരു വ്യത്യാസവും ഇല്ല, അണുവിടെ പോലും വ്യത്യാസമില്ലാത്ത ഒരാളാണ്. എന്താണേലും ധൈര്യമായിട്ടിരിക്കുക, കിട്ടും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിന് എന്നാ മോനെ തീറ്റയൊക്കെ കൊടുക്കുന്നത്? ഇപ്പം ശനി ഞായറും അവധി ദിവസം ഉള്ളപ്പം കണ്ടെത്തി കൊണ്ടുപോകും. അതല്ലാതെ നടത്തിക്കൊണ്ട് പോകും. പിന്നെ അതല്ലാതെ ഇപ്പം തീറ്റ മേടിച്ചു കൊടുക്കുക, സൈലേജും വൈക്കോലും. സൈലേജും വൈക്കോലും അല്ലേ? സൈലേജ് എവിടെ നിന്ന് കിട്ടുന്നത്? സൈലേജ് സൊസൈറ്റി വഴി. സൊസൈറ്റിയിൽ നിന്ന് കിട്ടും അല്ലേ? മിക്സ് ചെയ്താണോ? ചോളത്തിൻ്റെ ആണോ സൈലേജ്? ചോളത്തിൻ്റെ ഒക്കെ. ചോളം മറ്റേ ഇത് മൂക്കാത്ത ചോളം അത് കട്ട് ചെയ്താണോ, അല്ലെങ്കിൽ അതറിയാമോ എങ്ങനെയാണെന്നറിയാവോ? അത് അതായത് ചോളം ആയതും വെട്ടിയെടുത്ത അതിൻ്റെ തണ്ടും പിന്നെ ആകാത്ത കുറേ വേസ്റ്റൊക്കെ എല്ലാം കൂടെ. സൈലേജിന് എന്നാ കൊടുക്കണം? അതിന് സൊസൈറ്റി പാലിൻ്റെ ബില്ലിൽ നിന്ന് പിടിക്കുക. ഏകദേശം എത്ര പിടിക്കുന്നറിയാവോ? അത് ഞങ്ങളിപ്പോൾ 30-40 പാക്കറ്റൊക്കെ ആയിട്ട് ഇറക്കുന്നത്. 40 പാക്കറ്റ്. ഒരു പാക്കറ്റ് എത്ര കിലോ വെയിറ്റ് ഉണ്ട്? അത് 40 to 60. സൈലേജിന് എന്നാ റേറ്റ് വന്നുണ്ട് നമുക്ക് ഒരു കിലോയിൽ വരുമ്പോൾ? കിലോയ്ക്ക് 7.07 രൂപയാണെന്ന് സൊസൈറ്റി പറയുന്നത്. ഒരു കിലോയ്ക്ക് അല്ലേ? ഇപ്പോൾ ഒരു പശുവിന് എത്ര സാധാരണ ഇപ്പോൾ കറക്കുന്ന ഒരു 10 ലിറ്റർ പാല് കിട്ടുന്ന ഒരു പശുവിന് എത്ര കിലോ സൈലേജ് കൊടുക്കേണ്ടതായിട്ട് വരും? ഒരു ദിവസം 15 കിലോ സൈലേജ്. 15 കിലോ കൊടുക്കേണ്ടതായിട്ട് വരും. വേറെ ഓക്കെ എങ്ങനെ കൊടുക്കാറുണ്ടോ? ഓക്കെയും കൊടുക്കാറുണ്ട്. ഓക്കെ എത്ര കൊടുക്കും? പാലനുസരിച്ച് കൊടുക്കും. ഒരു 10 ലിറ്റർ പാല് കിട്ടുന്ന പശു ഉണ്ടല്ലോ, ഒരു 10 ലിറ്റർ പാല് കിട്ടുന്ന പശുവിന് എന്തേലും ഓക്കെ കൊടുക്കും മോനെ? ഒരു ദിവസം 6 ചിരട്ട 7-8 കൊടുക്കേണ്ടി വരും. ഒരു ചിരട്ട എന്ന് പറയുമ്പോൾ 1 കിലോ വെയിറ്റ് വരുമായിരിക്കും അല്ലേ? വേറെ ടോണിക്കായിട്ട് എന്താ കൊടുക്കുന്നത് മോനെ? കാൽസ്യം കൊടുക്കും. ഏതാ കമ്പനിയുടെ? ഐറിസിന്റെ കൊടുക്കുന്നത് അല്ലേ? എത്ര മില്ലി വെച്ച് കൊടുക്കുന്നുണ്ടത്? അതിപ്പോ 5 to 10 മില്ലി. 5-10 മില്ലി പെർ ഡേ. രാവിലെയും വൈകിട്ടും കൊടുക്കുന്നുണ്ടല്ലോ? ഒരു നേരമാണ് കൊടുക്കുന്നത്? ഒരു നേരം കൊടുക്കുന്നത് അല്ലേ? പിന്നെ ബെക്സോലായി കൊടുക്കണ്ട, പിന്നെ ദഹനപ്പൊടി കൊടുക്കുന്നുണ്ട്, സോഡാപ്പൊടി കൊടുക്കുന്നുണ്ട്. രാവിലെയും വൈകിട്ടും ക്ലീനിങ് അല്ലേ? ഏത് സമയത്താ കറവയൊക്കെ? ഏത് സമയത്താ? ഇപ്പം രാവിലെ 4 മണിക്ക് എണീക്കും. പിന്നെ തൊഴുത്തില് ചാണകം കൂട്ടിയിട്ടില്ല, കഴുകില് വറക്കിലായിട്ട് 7:30 ആകുമ്പോൾ കറവ തീരും. കൊച്ചാണോ എല്ലാത്തിനും? മാത്യൂസാണോ എല്ലാം, അല്ലെങ്കിൽ അനിയത്തി കൊച്ചും കൂടുവോ? എല്ലാവരും കൂടും അല്ലേ? എല്ലാവരുടെ കൂടിയായിട്ട് ഒരു കൂട്ടുത്തരവാദിത്തമായിട്ടാണ് പോകുന്നുണ്ട് അല്ലേ? പിന്നെ വൈകുന്നേരം 4:30 ആകുമ്പോഴത്തേക്ക് അടുത്ത പാല് കൊടുക്കണം. വൈകിട്ടല്ലേ? അന്നത്തേന് സ്കൂൾ വിട്ട് വരുമോ കൊച്ച്? സ്കൂള് 4 മണിയാകുമ്പോഴത്തേക്കും വിടും. വന്നു കഴിയുമ്പോൾ തൊഴുത്തിലേക്കാണ് നേരെ പോരുന്നല്ലേ? പിന്നെ അരമണിക്കൂർ കൊണ്ട് 3 എണ്ണത്തിനെ കറന്നിട്ട് സൊസൈറ്റി കൊണ്ട് കൊടുക്കും. ബാക്കി 3 എണ്ണം കറക്കും. കൊച്ചാണോ പശുക്കളെയൊക്കെ കറക്കുന്നല്ലേ? എല്ലാവരും കറക്കാൻ കൂടുവോ? എല്ലാവരും കറക്കാൻ കൂടും അല്ലേ? ഒത്തിരി സന്തോഷം മോനെ കേട്ടിട്ട്, ഒത്തിരി സന്തോഷം കേട്ടിട്ട്. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പിള്ളേർ ചോദിക്കാറുണ്ടോ ഇങ്ങനെ പശുവിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ടോ? ടീച്ചർമാരൊക്കെ ചോദിക്കാറുണ്ടോ? എന്നാ ചോദിക്കുന്നേ? പശു എത്ര ഉണ്ട്, നന്നായിട്ട് പോകുന്നുണ്ടോ, പിന്നെ പഠിക്കണം എന്നൊക്കെ പറയും. പഠിത്തം എങ്ങനെയുണ്ട്? പഠിത്തം കുഴപ്പമില്ല, മിടുക്കനായിട്ട് പഠിക്കുന്നുണ്ട്. മുഖത്ത് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം പഠിക്കാം. അതെയോ? ആവറേജിന് മുകളിലല്ലേ? എന്താണല്ലോ ആവറേജിന് മുകളിലല്ലേ? അപ്പോൾ എപ്പോഴാണ് പഠിക്കുന്ന സമയം? എപ്പോഴാണ്? പശുവിൻ്റെ പണി തീർന്നു കഴിഞ്ഞിട്ട്. അതെ അല്ലേ? ഒരു 6 മണിയൊക്കെ കഴിയുന്നതിന് 7 മണിയൊക്കെ കഴിയുന്നതിന് പശുവിൻ്റെ പണികളെല്ലാം തീരുമോ മോനെ? 8 മണി 9 മണി 8 മണി 9 മണി ആദ്യം കഴിയും അല്ലേ? പിന്നെ കുളിയും കഴിഞ്ഞിട്ടാണ് കൊച്ചു പഠിക്കാനായിട്ടിരിക്കുന്നത്. അത്യാവശ്യം സ്കൂളിൽ നിന്നൊക്കെയാണ് അത്യാവശ്യം എല്ലാം, ഇപ്പം സ്കൂളിലൊക്കെ ആണെങ്കിലും അത്യാവശ്യം കാര്യങ്ങൾ പഠിച്ചിട്ടാണല്ലോ പോരുന്നത് അല്ലേ? അത്യാവശ്യം നോക്കി വെക്കും അല്ലേ? ക്ലാസ് സമയത്തൊക്കെ പശുക്കളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് കയറി വരാറുണ്ടോ? പ്രസവിക്കാറൊക്കെ ആകുമ്പോഴത്തേക്കും കയറി പ്രസവിച്ചില്ലയോ എന്നുള്ള ഒരു ടെൻഷൻ വരാറുണ്ടല്ലേ? കാരണം കിടാവ് ഇപ്പോൾ കുടുങ്ങിപ്പോയാൽ ചിലപ്പോൾ ഡോക്ടർമാർ വരാൻ താമസിച്ച പശു തട്ടിപ്പോവും. അങ്ങനെയുള്ള സമയങ്ങളൊക്കെ ഡോക്ടർമാർ യഥാസമയത്ത് വന്നില്ലെങ്കിൽ നമുക്കത് വലിയ സങ്കടമല്ലേ മോനെ? വരാറുണ്ടോ അവര് വിളിക്കുന്ന സമയത്ത്? കിടാക്കളെ പശു പ്രസവിക്കാൻ നേരത്ത് ഞാനാണ് നോക്കി പ്രസവിക്കാൻ എടുക്കുന്നത്. കാരണം വന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ പശു എത്തും, ചിലപ്പോൾ കിട്ടാതെ പോയാൽ നഷ്ടം നമുക്കാണ്. അന്നേരത്തേക്ക് ഞാൻ എങ്ങനെയും വലിച്ച് കിടാവിനെ ചാടിക്കും, അല്ലെങ്കിൽ അടുത്തുള്ള ചേട്ടനെ വിളിച്ച് കൂടി ഞങ്ങൾ ചാടിച്ചെടുക്കും. മോനെ, കൊച്ചിനോട് ഞാൻ തുറന്ന് ചോദിക്കുക, അതായത് നമുക്ക് ഈ പാലുൽപാദനം കൊണ്ട് നമുക്ക് കിട്ടുന്ന പൈസ കൊണ്ട് മുതലാകുന്നുണ്ടോ മോനെ?
ഇപ്പം ചെറിയ ലാഭം കിട്ടണ്ട. പാലുൽപാദനത്തിൻ്റെ കൂടെ ഈ കിടാക്കയുടെ പരിപാലനോടെ നമുക്ക് പോകണമല്ലോ. അതായത് ഒരു മോനിപ്പോൾ എനിക്ക് തോന്നുന്നത് കൊച്ചി ഇവിടെ ഉണ്ടാകുന്ന കിടാക്കളെല്ലാം കൊച്ചു നോക്കുന്നുണ്ട്. ഒരു ദിവസം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു 4500 രൂപയുടെ പാലെങ്കിലും ഒരു മാസം നമ്മൾ കുടിക്കാനായിട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം വെച്ച് ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് ഈ കിട്ടുന്ന സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന ഒരു 50 രൂപയിൽ കൂടുതൽ നമുക്ക് സൊസൈറ്റിയിൽ നിന്ന് കിട്ടത്തില്ലല്ലോ. ഇല്ല, ഇപ്പം ഇൻസെൻറ്റീവും കൂടെ കൂട്ടി 44 രൂപയും പ്ലസ് ഇൻസെൻറ്റീവും കൂടെ ഉണ്ട്. ഇൻസെൻറ്റീവ് വേണമെങ്കിൽ ഒരു 2 രൂപയിൽ കൂടുതൽ കിട്ടുമോ? 8 രൂപ വെച്ച് കിട്ടുന്നുണ്ട്. 8 രൂപ കിട്ടുന്നുണ്ട്. എല്ലാവരും കൂടി ഒരു 50 രൂപ നമുക്ക് കണക്ക് കൂട്ടാം. ഈ 50 രൂപ കൊണ്ട് 1 ലിറ്റർ പാലിന് 50 രൂപ കൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഈ ക്ഷാമക്കാലം എന്ന് പറയുന്നത്, അതായത് പ്രഗ്നൻ്റ് ആയിരിക്കുന്നത് ഒരു 6 മാസം പ്രഗ്നൻ്റ് ആയുള്ള ഒരു പശുവിനെ സംബന്ധിച്ച് പിന്നെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അതിനെ കൂടുതൽ തീറ്റയും കുടിയൊക്കെ കൊടുത്ത് നമ്മൾ പരിപാലിക്കേണ്ട കാലമുണ്ടല്ലോ. ഇതെല്ലാം കൂടെ നമ്മൾ ഒരു മൊത്തത്തിൽ ആവറേജ് കണക്ക് കൂട്ടി കഴിയുമ്പോഴത്തേനും ഈ 50 രൂപ കൊണ്ട് ഉക്കോ മോനെ? ഇല്ല, ഒക്കെയില്ല. അതാണ് കാരണം എത്രയോ ആധികാരികമായിട്ട് ചോദിക്കാനുള്ള കാരണം എന്ന് കഴിഞ്ഞാൽ ചേട്ടായിക്കും പശുവുണ്ട്, ഞാനും പശുവിനെ വളർത്തുന്ന ഒരാളാണ്. എൻ്റെ പോലെ തന്നെ ഓർമ്മ വെച്ച കാലം മുതൽ പശു ഉണ്ടായിരുന്നു. അത് കാരണം എല്ലാം നമ്മൾ ഈ കുടിയും കിടാക്കയുടെ പരിപാലനം എല്ലാവരുടെ വരുമ്പോഴത്തേനും എത്ര രൂപ കിട്ടണം മോനെ? ഒരു ലിറ്റർ പാലിന് സാറ്റിസ്ഫൈഡ് ആയിട്ട് സന്തോഷമായിട്ട് നമുക്ക് ഈ മൃഗപരിപാലനമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ എത്ര രൂപ നമുക്ക് കൊച്ചിന് എത്ര രൂപ കിട്ടിയാലേ നമുക്ക് ഇത് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ നല്ല രീതിയിൽ? കൊഴുപ്പനുസരിച്ച പാല്. എന്നാലും റേറ്റ് പറയാമോ? എത്ര രൂപ ഏകദേശം വന്നു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് അതായത് ഈ കിടാക്കളെയും പരിപാലിച്ചുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് ഈ കൃഷി നമുക്ക് മുന്നോട്ട് സാറ്റിസ്ഫൈഡ് ആണ്. നാളെ മോനെ പോലെയുള്ള ആൾക്കാർ രംഗത്തേക്ക് സന്തോഷത്തോടെ എടുത്തിയാടി ഇടിച്ചു കയറി വന്നെങ്കിൽ എത്ര രൂപ വെച്ച് 1 ലിറ്റർ പാല കിട്ടിയാലാണ് നമുക്ക് ഈ കൃഷി ഈ മൃഗപരിപാലനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ? അതിപ്പോൾ എന്താ വെച്ചാൽ HF കൊഴുപ്പ് കുറവാണ്, ജേഴ്സിക്ക് കൊഴുപ്പില്ല. അങ്ങനെ സൊസൈറ്റി റീഡിങ്ങാണ് നോക്കുന്നത്. പിന്നെ എന്തോരം കൊഴുപ്പുണ്ട് അതനുസരിച്ച് പാലിന് കാശ് രൂപ. ഇപ്പം പച്ചവെള്ളം പോലത്തെ പാല് HFകൾക്കല്ല, അതായത് നല്ല കൊഴുപ്പല്ല. ജേഴ്സി എന്ന് പറഞ്ഞാൽ നല്ല കൊഴുപ്പുള്ള പശുക്കളാണ്. അന്നേരം നോക്കുമ്പോൾ ആ റീഡിങ് കിട്ടൂല. അത് ജേഴ്സിയുടെ വേറെ കൊടുക്കുമ്പോൾ HFന്റെ വേറെ കൊടുക്കുമ്പോൾ അപ്പം കൊച്ചു പറഞ്ഞു വരുന്നത് ഈ 44 രൂപ കിട്ടുന്ന അതിലും താഴെ പോകുന്ന പശുക്കളുണ്ടോ ലിറ്ററിന്? HFന്റെ അതിലും താഴെ പോകും. എത്ര പേര് താഴെ പോകും മോനെ? അത് അങ്ങനെ ഞങ്ങൾ നോക്കിയിട്ടില്ല. ഞങ്ങൾ ജേഴ്സിയുടെ HFന്റെ കൂടെ മിക്സ് ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. അതെ അല്ലേ? അല്ലെങ്കിൽ കൈ നിൽക്കില്ല, താഴ്ന്നു പോകുള്ളൂ, താഴെ പോകും അല്ലേ? താഴെ പോകും. എന്നാലും ഒരു ആവറേജ് വരുമ്പോഴത്തേനും മൊത്തത്തിൽ നമ്മൾ ഇപ്പം ഇവിടെ കിട്ടുന്ന പശുവിൻ്റെ എല്ലാവരുടെ പാൽ ഒന്നിച്ച് നമ്മൾ മിക്സ് ചെയ്ത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആവറേജ് നമുക്കൊരു 45 രൂപ 50 രൂപ തോതിന് കിട്ടുന്നുണ്ടോ നമുക്ക് ഇൻസെൻറ്റീവ് എല്ലാവരുടെ കൂട്ടിയിട്ട്? ഇപ്പം കഴിഞ്ഞ 15 ദിവസത്തിന് നോക്കിയപ്പം 49 രൂപ വരെ കിട്ടിയായിരുന്നു ഇവരെ പാലിൽ നിന്ന്. രാവിലത്തെ പാലിന് ഉച്ച കഴിഞ്ഞുള്ള പാലിനോ? രാവിലത്തെ ഉച്ചയ്ക്ക് മൊത്തത്തിൽ നോക്കിയപ്പോൾ 2 ദിവസം രാവിലെയോ വൈകിട്ട് ഏതോ 2 നേരമായിട്ട് 49 രൂപ കിട്ടിയായിരുന്നു. പ്ലസ് ഇൻസെൻറ്റീവ് 5 രൂപ അല്ലെ 8 രൂപ കൂടെ കൂട്ടി 57 രൂപ കിട്ടിയായിരുന്നു. ഓക്കെ. പിന്നെ 2 ദിവസം കിട്ടിയുള്ളൂ. പിന്നെ ബാക്കിയുള്ള ദിവസം 47, 44, 45, 42 വരെ പോയി. അതെ അല്ലേ? അത്രയും വരെ. റേറ്റ് താഴെ പോകുമ്പോഴത്തേനും നമുക്ക് എന്താ മുതൽ കള്ളം കയറും അല്ലേ? മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഒരു എത്ര രൂപ വെച്ച് കിട്ടണം 1 ലിറ്റർ പാലിന്? നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഈ കൃഷി മുന്നോട്ട് പോകണമെങ്കിൽ കൊച്ചിനെ പോലെയുള്ള ആൾക്കാർ ഈ മൃഗപരിപാലനമായിട്ട് മുന്നോട്ട് ഇടിച്ച് കയറി ചവിട്ടി കുത്തി കയറി വന്നെങ്കിൽ എത്ര രൂപ വെച്ച് കിട്ടണം? അത് 70 രൂപ. 70 രൂപ. അതായത് 1 ലിറ്റർ കള്ളിൻ്റെ പൈസ പോലും വേണ്ട, ഒരു 70 രൂപ എങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ആവറേജ് വലിയ കുഴപ്പമില്ലാതെ നമുക്ക് പോകാൻ പറ്റും അല്ലേ? പശുവിൻ്റെ അസുഖങ്ങൾ, നമ്മൾ പ്രസവ കാലഘട്ടത്തിലുണ്ടാകുന്ന ചിലവുകൾ എല്ലാം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ ഒരു 70 രൂപയെങ്കിലും 1 ലിറ്റർ പാല് കിട്ടുമെങ്കിൽ നമുക്ക് ഈ കന്നുകുട്ടികളോട് നമുക്ക് പരിപാലിച്ച് ഈ ഒപ്പം തന്നെ നല്ല നല്ല ബ്രീഡുകൾ നമ്മുടെ തൊഴുത്തിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റും അല്ലേ? അപ്പം സുഹൃത്തുക്കളെ, നമ്മൾ വെറ്ററിനറി സെക്ഷനിൽ നിന്ന് ആൾക്കാർ, അതായത് മൃഗപരിപാലനമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ മോൻ്റെ കാര്യങ്ങൾ പ്രത്യേകം ഒന്ന് എടുക്കുക. കാരണം നമ്മുടെ തൊഴുത്തിലുണ്ടാകുന്ന കറവ് മാടുകളെ, നമ്മുടെ തൊഴുത്തിലുണ്ടാകുന്ന പശുക്കിടാരികളെ അറക്കാനായിട്ട് കൊടുക്കാനായിട്ട് ഒരു കാരണവശാലും കൊടുക്കാനായിട്ടൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കുക. കർഷകനെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. നഷ്ടത്തിലേക്ക് വരുമ്പോഴാണ് അല്ലേ മോനെ? നഷ്ടത്തിലേക്ക് വരുമ്പോഴാണ് ഈ കിടാക്കളെ മെയിൻ്റെനൻസ് ചെയ്യുമ്പോഴത്തേക്കാണ് ഈ നഷ്ടം വന്നത്. പിന്നെ പശുവിൻ്റെ 3 മാസം പ്രസവിച്ച് കഴിഞ്ഞിട്ട് ചെനയായിട്ട് നിൽക്കുന്ന 7 മാസം വരെ കറവുണ്ട്. 3 മാസം മെയിൻ്റെനൻസ് ചെയ്യണമെങ്കിൽ അതിനും കാശ് വേണം, നല്ല പൈസയാവും അല്ലേ? പിന്നെ കിടാക്കൾ വളർത്തിയെടുക്കുമ്പോഴത്തേക്കും ചെന പിടിപ്പിക്കാൻ 1.5 വയസ്സ് വരെ വേണം വളർത്തിയെടുക്കണം. പിന്നെ 1.5 to 2 വയസ്സിന് കുത്തി വെച്ചാൽ ചിലപ്പോഴേ പിടിക്കുകയുള്ളൂ. കുത്തി വെച്ചാൽ പകുതിയും പിടിക്കൂല, അത് വേറെ കാര്യം.
ഇപ്പൊ ഇവരെ ഒരു 3-4 തവണ കുത്തി വെച്ചതാ. മോനെ ഒരു പ്രാവശ്യം ഒരു കിടാവിന് ഒരു പശുവിനെ കുത്തിവെക്കാനായിട്ട് ഒരു വെറ്റിനറി ഡോക്ടർ വന്നു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം കുത്തിവെക്കുന്നതിന് എത്ര രൂപ കൊടുക്കേണ്ടി വരും മോനെ? അതിപ്പോ 25 രൂപ കുത്തി വെക്കുന്നതിന് കൊടുക്കണം. പിന്നെ അതല്ലാതെ വണ്ടിക്കൂലി 10, 150, 200 രൂപയാവും. വണ്ടിക്കൂലി ആവും അല്ലേ? അപ്പോൾ എല്ലാം കൂടെ കൂടി വരുമ്പോഴത്തേനും 10-250 രൂപ ഇവിടെ വന്ന് പോകുന്നതിന് മുടക്കാകുന്നുണ്ടല്ലോ ഒരു പ്രാവശ്യം. അപ്പോൾ ചെന പിടിക്കാതെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ പൈസ നഷ്ടമാണ്. അത്രയും വണ്ടിക്കൂലി വീണ്ടും കൊടുക്കേണ്ടി വരും. അവർ എങ്ങനെയാണ് വന്നത്? ഓട്ടോയ്ക്കാണോ വന്നേ? ഓട്ടോയ്ക്ക് തന്നെ. ചിലപ്പോൾ ഇവിടെ ഡോക്ടർ ആരും ഇല്ലെങ്കിൽ ഇപ്പോൾ പശുവിന് അത്യാവശ്യമായിട്ട് കുഴപ്പമാണെങ്കിൽ രാത്രിയിലൊക്കെ ആണെങ്കിൽ തൊടുപുഴയെന്ന് വരുന്നത്. അവിടെ നിന്ന് വരുമ്പോഴത്തേക്ക് ഓട്ടോക്കൂലി 500, 600, 700 ആവും. പിന്നെ ഡോക്ടറിൻ്റെ കാശും കൂടെ കൂട്ടി ഒരു 1500 രൂപ മേലെയാവും. 1500 രൂപയാവും. എന്തെങ്കിലും മേലായിക വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് മോനെ തൊടുപുഴയ്ക്ക്? 19-20. അതെ അല്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അധികാരികളുടെ കണ്ണ് തുറക്കേണ്ടതാണ്. വളരെയധികം പ്രശ്നങ്ങൾ ഈ പശുപരിപാലനത്തിൽ ഈ മേഖലയിൽ ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സോൾവ് ചെയ്യണം. ഇങ്ങനെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് എത്ര ദൂരെ നിന്ന് വരുമ്പോൾ അങ്ങനെയുള്ള എമൗണ്ടൊക്കെ ഇപ്പം ഹോസ്പിറ്റലിൽ വെറ്റിനറി ഹോസ്പിറ്റലിൽ വണ്ടികളൊന്നും ഇല്ല മോനെ. അങ്ങനെ വണ്ടികളൊന്നും അവർ ഉപയോഗിക്കാറില്ലേ? അതിനെക്കുറിച്ച് അറിയില്ല. ഇപ്പോൾ വരുന്ന മൊത്തം ഓട്ടോറിക്ഷയ്ക്കാണ്. തൊടുപുഴയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് പൈസ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം മെയിനായിട്ട് തൊടുപുഴ ഹോസ്പിറ്റലിൽ വെറ്റിനറി ഹോസ്പിറ്റലിൻ്റെ വണ്ടികളെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്താ ആവശ്യങ്ങൾക്കായിട്ടാണ് അത് ഇവർ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. എന്താണേലും ഇതിനെ സംബന്ധിച്ച് നമുക്ക് ഇന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ അതിക്രമിച്ചിരിക്കുന്നു. ഈ എത്ര കിലോമീറ്റർ ഉണ്ട് മോനെ ഇവിടുന്ന് തൊടുപുഴയ്ക്ക്? 19 കിലോമീറ്റർ ഉണ്ട്. 500 രൂപ ഓട്ടക്കൂലി കൊടുക്കും. 500 മേലെ വരും അല്ലേ മോനെ? ഈ കൃഷിയിലേക്ക് ഇനി നമുക്ക് ഈ കൃഷി നല്ല രീതിയിൽ ഈ പശുപരിപാലനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഊന്നൽ കൊടുക്കേണ്ടത്? എന്തെങ്കിലും അതിനെക്കുറിച്ച് എന്തെങ്കിലും ഐഡിയ കൊച്ചിനുണ്ടോ? കൊച്ചിന് പറയാൻ പറ്റുമോ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര എടുക്കണ ബ്രില്യൻ്റ് എന്നാണേലും കൊച്ചു തന്നെയല്ലേ പശുവിനെ കറക്കുന്നു പരിപാലിക്കുന്നതെല്ലാം ആധികാരികമായിട്ട് പറയാൻ പറ്റുമോ? ഒന്ന് പറയാവോ? ഇപ്പം ക്രാക്കിളെ വളർത്തണമെങ്കിൽ ക്രാക്കിളിപ്പോൾ എനിക്ക് 9 എണ്ണം പെൺകിടാക്കളായിട്ട് 7-8 എണ്ണം ഉണ്ട്. പിന്നെ മൂലികിടാക്കളുണ്ട്. ഈ പെൺകിടാക്കളെ വളർത്തണമെങ്കിൽ അവർക്ക് കാലത്തീറ്റ സബ്സിഡി കിട്ടും. അത് ഒരെണ്ണം കിട്ടുള്ളൂ ഒരാൾക്ക്. ഇപ്പം എനിക്കാണെങ്കിൽ ഒറ്റ ഒരു പശുവിന് കിട്ടുള്ളൂ. അതുകൊണ്ട് കാര്യമുണ്ടോ മോനെ? അതുകൊണ്ട് എത്തൂല. ഈ ഒരെണ്ണത്തിന് എത്ര കിടാരികളുണ്ട്? എനിക്ക് 8-9 എണ്ണം ഉണ്ട്. 8-9 എണ്ണം ഉണ്ട്. അതിൽ ഒരെണ്ണത്തിന് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരെണ്ണത്തിനും കൊണ്ട് 9 എണ്ണത്തിനും വീതം വെച്ച് കൊടുക്കണ്ടേ? കണക്ക് വെച്ച് നോക്കുമ്പോൾ തികയൂല. ഒരു 10-15 ദിവസത്തേക്ക് കൊടുക്കാൻ കിട്ടും. പിന്നെ തികയൂല. പിന്നെ ഞങ്ങളിപ്പോൾ പുറത്തുനിന്ന് ഇവർക്ക് തീറ്റ മേടിച്ച് കൊടുക്കുക. പുറത്തുനിന്ന് തീറ്റ മേടിച്ചു. അതിനൊക്കെ നല്ല എക്സ്പെൻസ് വരുന്നുണ്ടല്ലേ? എന്താണേലും ഈ കൊച്ച് വേറെ മിക്ക ഫാമുകളിൽ കൂടെ ഞാൻ പോകാറുണ്ട്. തൊഴുത്തുകളിൽ കൂടെ പോകുമ്പോൾ അവിടെ കിടാരികളൊന്നും കാണാറില്ല. കറവ് പശുക്കൾ മാത്രമായിട്ട് നിൽക്കുന്നത്. കാരണം അവർ നഷ്ടമായ കാരണം തന്നെ അത് കൊടുത്ത് ഒഴിവാക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത്. നഷ്ടങ്ങൾ ഇന്നും നഷ്ടങ്ങളാണ്. ഇതുങ്ങളെ വളർത്താനായിട്ട് ഒരു കൂടുതൽ വൈമനസ്യം കാണിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു കണക്കില്ല നഷ്ടത്തിലേക്കാണ് എത്തിപ്പെടുന്നത്. മൃഗപരിപാലനത്തിന് നല്ലൊരു സപ്പോർട്ട് ഗവൺമെൻറ് ഭാഗത്തു നിന്ന് കൊടുത്തേ പറ്റുള്ളൂ. അതാണ് എനിക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. മോനെ മറ്റേ കിടാരികളെയൊക്കെ ഒന്ന് കാണിച്ചു തരാമോ? ഇതിൻ്റെ ഇവിടെ എന്തോ അതല്ലേ? മോനെ ഇപ്പൊ ഒരു കാര്യം തോന്നിക്കാൻ മറന്നുപോയി. ഇവക്ക് ഇപ്പൊ ചട്ടോ കാര്യങ്ങളോ ഉണ്ടോ മോനെ? ഒരു കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നത് കൊച്ചു കുറച്ച് കഴിയുമ്പോഴത്തേനും കൊച്ചു തന്നെ ഒരു ഡോക്ടർ ആകുന്ന എനിക്ക് തോന്നുന്നത്. വെറ്റിനറി ഡോക്ടർ ആകാനായിട്ട് ആഗ്രഹമുണ്ടോ? അതല്ല, അങ്ങനെ തന്നെ ആകണം കേട്ടോ. കൊച്ചിന് അങ്ങനെ ആകാൻ സാധിക്കട്ടെ. അതിനുള്ള ദൈവം എല്ലാ അനുഗ്രഹവും നമ്മുടെ ഈ ചാനൽ കാണുന്ന എല്ലാ ആൾക്കാരും ഈ കൊച്ചിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇവനെ നല്ലൊരു വെറ്റിനറി ഡോക്ടറായിട്ട് ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഡോക്ടറായിട്ട് വരാനായിട്ടുള്ള എല്ലാ പ്രാർത്ഥനകളും ഈ ചാനൽ കാണുന്ന എല്ലാ ആൾക്കാരും ഉണ്ട്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആൾക്കാരും പ്രാർത്ഥന കൊച്ചിൻ്റെ ഒപ്പമുണ്ട്. നല്ലൊരു ഡോക്ടറായിട്ട് തന്നെ കൊച്ച് കടന്നു വരണം. ഈ മൃഗപരിപാലനം നല്ല രീതിയിൽ പോകാനായിട്ട് കൊച്ചിനെ പോലെയുള്ള ആൾക്കാർക്ക് സാധിക്കട്ടെ. കൊച്ചി നമുക്ക് ആ കിടാക്കളെ നിന്ന് പോയി കണ്ടാലോ? ഇതിനിപ്പോ രാവിലെ 9 ലിറ്റർ പാല് വരെ കിട്ടി ഇവക്ക്. 5-6 ലിറ്റർ വരെ കിട്ടി. കൊച്ചി ഈ കാലിത്തീറ്റയെ മോനെ മാത്യൂസേ, ഈ കാലിത്തീറ്റ നമ്മൾ കൊടുക്കുന്നത് പശുക്കൾക്ക് കൊച്ചിൻ്റെ അഭിപ്രായത്തിൽ നല്ലതാണോ? നല്ലതല്ല. പാല് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കാലിത്തീറ്റ കൊടുക്കുന്നത്. കൊച്ച് നമുക്ക് കാലിത്തീറ്റയുടെ ഉപയോഗം കുറച്ച് പശുക്കൾക്ക് കുറച്ചുകൊണ്ട് തന്നെ സാധാ രീതിയിലുള്ള ചോളം പോലെയുള്ള
ചോളമൊക്കെ നമുക്ക് നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ കാലിത്തീറ്റയുടെ ഉപയോഗം നമുക്ക് കുറച്ച് കുറയ്ക്കാൻ മേലെ. കുറയ്ക്കാം. ഇപ്പം എല്ലാവരും നോക്കുന്ന പാല് കിട്ടിയാലേ ലാഭമുള്ളൂ പശു വളർത്തല്. പാല് കിട്ടണ കാലിത്തീറ്റ കൊടുക്കണം. ഇപ്പൊ അതിൽ പിണ്ണാക്ക് കൊടുത്താലും അത്ര പാല് കിട്ടൂല, പാല് താഴത്തേക്ക് പോകുള്ളൂ. ഇപ്പം 9 ലിറ്റർ കിട്ടുന്ന പശുവാണെങ്കിൽ അതിന് ഒരു പിണ്ണാക്ക് കൊടുക്കുമ്പോൾ 3 ലിറ്റർ വരെ കിട്ടുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ നഷ്ടമാണ്. പശുവിനെ മെയിൻറ്റെയിൻസ് ചെയ്യുമ്പോഴത്തേക്കും നല്ല നഷ്ടം വരും. അപ്പം നമ്മൾ നോക്കുമ്പോൾ പാല് കൂടുതൽ കിട്ടണം, അങ്ങനെയൊക്കെ നോക്കിയാണ് എല്ലാവരും വളർത്തുന്നത്. കന്നാരപ്പോള ഫാമിലേക്ക് വണ്ടിയെ കയറ്റിക്കൊണ്ട് പോകുന്നുണ്ടല്ലോ പശുക്കൾക്ക് കൊടുക്കാനായിട്ട്, പശുക്കൾക്ക് അരിഞ്ഞു കൊടുക്കാനായിട്ട്, അങ്ങനെ ഇവിടെ കൊടുക്കാറുണ്ടോ? ഇവിടെ നേരത്തെ കൊടുക്കണ്ടായിരുന്നു. ആദ്യമേ സ്വന്തമായിട്ട് വെട്ടിക്കൊണ്ട് വന്ന് കൊടുക്കുമായിരുന്നു. അമ്മയുടെ ചേട്ടത്തിയുടെ ഭർത്താവ് കണ്ണാര കൃഷിയാണ്. പുള്ളിയുടെ അടുത്തുനിന്ന് കണ്ണാര ഞങ്ങൾ പോയി വെട്ടി പറക്കി കൊണ്ടുവരുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പുറത്തുനിന്ന് ആക്കിയായിരുന്നു. പുറത്തുനിന്ന് ആക്കിയപ്പോൾ വില കൂടുതലായി. അത് ഒരു കെട്ടിന് 45-50 രൂപയായിരുന്നു ഞങ്ങൾ മേടിച്ചുകൊണ്ടിരുന്നപ്പം. അപ്പോൾ വില കൂടിയെന്നാണ് പറഞ്ഞത്. എന്നിട്ട് കഴിഞ്ഞിടയ്ക്ക് വില കുറഞ്ഞെന്നും പറഞ്ഞു. ഈ കന്നാരപ്പോള കൊടുത്തു കഴിഞ്ഞാലേ പശുക്കൾക്ക് നല്ലതാണോ? പാലുൽപാദനം കൂടുതലുണ്ടോ? അതിനെക്കുറിച്ച് എന്തെങ്കിലും കൊച്ചിന് എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ? കന്നാരപ്പോള കൊടുത്താൽ പാല് കൂടുതലുണ്ടെന്ന് അസുഖങ്ങളോ അങ്ങനെ കാര്യങ്ങളോ വല്ലതും പശുക്കൾക്ക് കാണിക്കുന്നുണ്ടോ കന്നാരപ്പോള? ചെന പിടിക്കാൻ പാടാം. ചെന പിടിക്കാൻ പാടുണ്ടല്ലേ? ചെന പിടിക്കാൻ പാടുണ്ട്. പിന്നെ അതല്ലാതെ ചിലതിന് ചെനയുള്ളതിന് ഒത്തിരി കൊടുക്കാനും പാടില്ല. അന്നേരം കിടാവിന് തട്ടുകേട വരും, കിടാവിന് കുഴപ്പം വരും. അങ്ങനെയുണ്ടല്ലേ? അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. കണ്ണാരിക്കകത്ത് ഈ പൈനാപ്പിൾ ഉണ്ടാകണമെങ്കിൽ ഒരു മരുന്നടിക്കണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കന്നാരപ്പോള തൊഴുത്തിലേക്ക് കയറ്റാൻ പറ്റത്തില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണല്ലേ? അതിൻ്റെ അകത്ത് ഈ വിഷം അടിക്കുമല്ലേ ഈ കണ്ണാരച്ചക്ക. ചെന പിടിക്കാൻ സാധ്യത കുറവാണ്. ചെന പോവും. പശുവിന് ചെനയുണ്ടെങ്കിൽ ചിലത് അപോർഷനായി പോകും. ഓക്കെ ഓക്കെ മോനെ, വലിയ വലിയ കാര്യങ്ങളാണ് കൊച്ചു പറഞ്ഞു തന്നെ. നമുക്ക് കിടാരീനെ കാണാം. മൂരിക്കിടാക്കളുണ്ട്. കിടാക്കൾക്കൊക്കെ പേരുണ്ടോ? നമ്മൾ കളിയാക്കി ഓരോ പേരിടും. അതെല്ലേ? ഇപ്പോൾ പെട്ടെന്ന് അറിയാനായിട്ട്. ഇവനെന്നാ പേരിട്ടാക്കുന്നേ? ഇവന് കൃഷ്ണഗിരി മൂരി. കൃഷ്ണഗിരി മൂരി അല്ലേ? അവിടുന്ന് കൊണ്ടുവന്ന പശു, ഒരു കന്നിക്കിടാവ് പശുവായിരുന്നു. അതെയോ? അത് പ്രസവിച്ച് കുറച്ച് കഴിഞ്ഞ് കറവ ഉണ്ടായിരുന്നു. ഒരു 10-20 ദിവസമായപ്പോഴത്തേക്കും പശുവിന് കാലാവസ്ഥ പിടിച്ചില്ല. അന്നേരം കുറച്ചാൾ വീടിൻ്റെ ചുറ്റും ശുശ്രൂഷ ചെയ്ത് കൊണ്ടുപോയി നടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് മരിച്ചും പോയി. പശു ഒത്തുപോയി? പശു മരിച്ചു പോയി. പിന്നെ ഇതിനെ കുപ്പിപ്പാൽ കൊടുത്ത് ഇത്ര ആക്കിയെടുത്തു. കുപ്പിപ്പാൽ കൊടുത്തല്ലേ? അത് അന്ന് കപ്പത്തോലി അയച്ചപ്പം. ഇപ്പൊ എത്ര വയസ്സുണ്ട് മോനെ? 1 വയസ്സ്. ആ സമയത്തല്ലേ? പശുവിന്റെ അന്ന് തന്നപ്പം 3 തന്നതിൽ ഒരു പശുവിന്റെ അതിൽ 1 കന്നിക്കിടാവും, പിന്നെ ബാക്കിയുള്ളത് കറവയുള്ള പശുക്കളായിരുന്നു തന്നപ്പം. കറവെന്ന് വെച്ചാൽ ചെന നേരത്തെ പ്രസവിച്ചു. എന്നിട്ട് ഇപ്പോൾ അടുത്ത ചെനയായിട്ട് വറ്റിയിരിക്കുന്ന പശുക്കൾ അവരെ തന്നെ. അതിൽ കന്നിക്കിടാവ് പറഞ്ഞുണ്ടായി, അതിൻ്റെ കിടാവ് ഇത്. പിന്നെ ഇത് മാട്ടുപ്പെട്ടി എന്ന് പറഞ്ഞ പശുവിൻ്റെ മൂരിക്കിടാവ്. അതിൻ്റെ പേരെന്താ? ഇതിനെ മാട്ടുപൊട്ടൻ എന്ന് വിളിക്കും. മാട്ടുപൊട്ടൻ അറിയാൻ എളുപ്പത്തിന്. അതെല്ലേ? പിന്നെ അത് അന്ന് പശുക്കൾ ചത്തപ്പം അതിലാകെ ഒരു കന്നിക്കിടാവിന് മാത്രം ചെന ജീവനോടെ കിട്ടിയ ഒരു കന്നിക്കിടാവിന് ചെന ഉണ്ടായിരുന്നു. അതിൻ്റെ പുത്രനാണ് ഇത്. അതെല്ലേ? അതിനെ കരിമാക്കാൻ എന്ന് വിളിക്കും. കരിമാക്കാൻ. ഫുൾ കറുപ്പ. അതെല്ലേ? പിന്നെ തള്ളയുടെ ഒരു ജേഴ്സി തള്ള, അതിൻ്റെ പുറത്തുനിന്ന് ഒരു ഒരു ഓറഞ്ച് പാടുണ്ട്. അതെല്ലേ? എല്ലാം മോനോട് വലിയ സൗഹൃദം അല്ലേ? വിളിച്ചു കഴിഞ്ഞാൽ ഓടി വരുമോ? 1 വർഷം മുമ്പായിരുന്നു കപ്പത്തുണ്ട് കഴിച്ച് ഇവിടെ പശുക്കൾ മരണമടഞ്ഞത്. ഈ പിള്ളേരെ വളരെയധികം കണ്ണീരിലാഴ്ത്തിയ ഒരു കഥകളുടെ ദിവസങ്ങളായിരുന്നു അന്ന്. ഈ വാർത്തകൾ അറിഞ്ഞ എല്ലാ ആൾക്കാർക്കും അത് വളരെ താങ്ങാൻ പറ്റാത്തൊരു വിഷമമായിരുന്നു. അങ്ങനെ പശുക്കളെ കൊടുത്ത നല്ലവരായ എല്ലാ ആൾക്കാരോടും പ്രത്യേകിച്ച് ഈ ചാനലിൻ്റെ പേർക്ക് ഒരു നന്ദി കൂടി അറിയിക്കട്ടെ. ഈ കുട്ടികളുടെ പ്രവർത്തനങ്ങൾ, ഈ കർമ്മനിരത നമ്മളിൽ എല്ലാവർക്കും ഒത്തിരി സന്തോഷം ജനിപ്പിക്കുന്നു. റോസ്മേരി എത്രയിലാണ് പഠിക്കുന്നത്? ഞാൻ 10ല്. ഏത് സ്കൂളിലാണ്? അറക്കളം. അതെല്ലേ? എല്ലാ കാര്യങ്ങൾക്കും കൂടുന്ന ചേട്ടൻ കൊച്ചു പറഞ്ഞു. നിങ്ങൾ സെയിം ഏജ് ആണോ? അല്ല, അവനെന്നേക്കാളും 1 വയസ്സ് മൂത്ത അല്ലേ? വൈകിട്ട് സ്കൂളിൽ വിട്ട് കഴിയുമ്പോൾ നേരെ തൊഴുത്തിലേക്ക് പോരുമോ? ഇങ്ങോട്ട് പോരുമോ? അതെല്ലേ? എല്ലാത്തിനും ചേട്ടായുടെ കൂടെ കൂടും. ചേട്ടായി എന്നാണോ വിളിക്കുന്നത്? അതെ അല്ലേ? ഓക്കെ. ക്ലാസ്സൊക്കെ ഇപ്പോൾ പരീക്ഷയുടെ സമയമാണോ? പരീക്ഷയുടെ സമയം അല്ലേ? നിങ്ങൾക്ക് എങ്ങനെയാ ഏറ്റവും ഇണക്കമുള്ള പശു ഏതാ? ഏത്? ഇതാണോ
ഏറ്റവും ഇഷ്ടമുള്ളത്? കുഴപ്പമില്ല, ഇവക്ക് കൊഞ്ചല. കൊഞ്ചല്. ഇവക്കടെ പേരെന്നാ ഇട്ടാക്കുന്നേ? അൽഫോൺസ അല്ലേ? ഒരു വയസ്സുണ്ട് അല്ലേ? എല്ലാത്തിനും പേരിട്ടിട്ടുണ്ട് പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരുടെ പേരൊക്കെ ശുപാർശ ചെയ്താക്കുന്നേ? അതെ അല്ലേ? പേരെല്ലാം എന്നോട് പറഞ്ഞു തന്നു. കൊച്ചുറാണി ഏത്? ഇത് കൊച്ചുറാണി, അത് ഐശ്വര്യ റാണി. ഇവര് കൂടെ വരണുണ്ടായിരുന്നു. ആ കപ്പത്തൊലി കഴിച്ചിട്ട് ചത്തു. അതെ അല്ലേ? അത് മഹാറാണി. ഏത്? ഇവര് മൂന്നുപേരും ഒരുപോലെ ഇരിക്കുന്നവരായിരുന്നു. ഒരുപോലെ. അതെ അല്ലേ? ഒരുപോലെ ആയിരുന്നല്ലേ? ഇവക്ക് എന്നെ പാലുണ്ട്? ഇവർക്ക് 8 ലിറ്റർ വരെ രാവിലെ കിട്ടിയായിരുന്നു. അതെ അല്ലേ? കന്നിക്കിടാവ്. ഇതിന് മൂരിക്കിടാവാണ് അവിടെ കണ്ടാക്കാറ്. ഈ വെള്ളം എല്ലാം ഒരേ ലെവലിലല്ലേ നിക്കുന്നേ? അപ്പൊ നമുക്ക് വെള്ളം പ്രത്യേകിച്ച് ഒഴിച്ചു കൊടുക്കൊന്നും വേണ്ടല്ലേ? വേണ്ട, അത് ടാങ്കിൽ നേരെ കണക്ട് ചെയ്തിട്ടേക്കുന്നേ. മോളിൻ രാവിലെ പശുവിനെ കുളിപ്പിക്കാനൊക്കെ വരുന്നുണ്ടെന്ന് കേട്ടു. അത് രാവിലെ ചേട്ടായുടെ കൂടെ കൂടുവോ എല്ലാ കാര്യങ്ങൾക്കും? വൈകിട്ടും കൂടുവോ? നിങ്ങൾ അമ്മയും നിങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ച് അല്ലേ? ഓക്കെ, ഒത്തിരി സന്തോഷമുണ്ട് മോളെ. ഓക്കെ താങ്ക് യു മോളെ. മോനെ, ഈ കരിയനയ്ക്ക് എന്നാ കറ കൂട്ടി? കരിയനയ്ക്ക് രാവിലെ ഒരു 10 ലിറ്ററും ഉച്ചേന്റെ ഒരു 6 ലിറ്റർ വരെ കിട്ടിയായിരുന്നു. പുള്ളിയെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ? നേരത്തോടെ അല്ലേ? ഇപ്പൊ വെറൈറ്റി ആയിട്ടൊരു പശു. പെയിന്റ് കോരി ഒഴിച്ചാക്കുന്ന പോലെയുണ്ട്. ഭയങ്കര ഓമനത്തോന്ന് തോന്നുന്നല്ലേ കരിയനയ്ക്ക്? സാറിന്റെ വീട്ടിൽ ഞങ്ങൾ പോയായിരുന്നു ഒരു ദിവസം. അതെയോ? അന്ന് ഏതൊരു ദിവസം പോയായിരുന്നല്ലേ? സാറുണ്ടായിരുന്ന വീട്ടില്? സാറ് വരാൻ പറഞ്ഞ്. എന്നാ പറഞ്ഞു സാർ? എന്നാ പറഞ്ഞു സാറ്? പശു എന്നെ എടുക്കുന്നൊക്കെ ചോദിച്ചു. പിന്നെ ഫാമെല്ലാം കാണാൻ പറ്റി. സാറിനെ കാണാൻ പറ്റി അല്ലേ? ഒത്തിരി സന്തോഷമുണ്ടല്ലേ? സുഹൃത്തുക്കളെ, നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ കുറച്ച് ദൈർഘ്യം കൂടി പോയിട്ടുണ്ട്. ഇതിൻ്റെ അത് പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കാലിത്തീറ്റയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് നമ്മുടെ തൊഴുത്തിൽ കിടാക്കളുണ്ടാകുമ്പോൾ മൃഗപരിപാലനത്തിനായിട്ട് കാലിത്തീറ്റ കൊടുക്കുന്നുണ്ട്. ഇപ്പം മോൻ പറഞ്ഞത് ഒരു പശുവിന് മാത്രം. ഇവിടെ 9ഓളം കിടാക്കളുണ്ട്. 9ഓളം കിടാക്കളുള്ളതിൽ ഒരു പശുക്കിടാവിന് മാത്രമാണ് കാലിത്തീറ്റ സബ്സിഡി ആയിട്ട് കൊടുക്കുന്നുള്ളൂ. സബ്സിഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി പൈസ ഇതിന് അടയ്ക്കണം. പകുതി പൈസ അടച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ കാലിത്തീറ്റ ഈ ഒരു കിടാവിന് കിട്ടുകയുള്ളൂ. അത് മാറ്റിയിട്ട് മൃഗപരിപാലനത്തിന് നമുക്ക് വേണ്ട ഊന്നൽ കൊടുക്കേണ്ട അത്യാവശ്യമാണ്. എല്ലാ കിടാക്കൾക്കും കാലിത്തീറ്റ സൗജന്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ തൊഴുത്തിൽക്കൂടെ ഉണ്ടാകുന്ന കിടാക്കളെ നമുക്ക് നല്ല അത്യുൽപാദന ശേഷിയുള്ള കിടാക്കളായിട്ട് തന്നെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും. നല്ല ഇങ്ങനെ പിറവിയെടുക്കുന്ന കിടാക്കൾ അത് തൊഴുത്തിൽ നിന്ന് തന്നെ വലിയ പശുക്കളായിട്ട് ഉരുത്തിരിഞ്ഞ് പോരട്ടെ. സാധാരണ പശുക്കൾ നമ്മളൊരു ഫാം തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ അന്യ സംസ്ഥാനത്തു നിന്നാണ് നമ്മൾ കിടാക്കളെ അന്യ സംസ്ഥാനത്തു നിന്നാണ് പശുവിനെ കൊണ്ടുവരുന്നത്. അത് മാറ്റിയിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ തൊഴുത്തിൽ തന്നെ നല്ല നല്ല കിടാക്കൾ ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട്. ഇവിടെ വന്നപ്പോൾ എനിക്ക് കാണാൻ പറ്റിയെന്ന് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന എല്ലാ മൂരിയും അതുപോലെ പശുക്കിടാവ് എല്ലാം ഇവിടെ ഈ തൊഴുത്തിൽ തന്നെയുണ്ട്. ഒന്നും നഷ്ടപ്പെട്ടു പോകാതെ ഈ മോൻ പരിപാലിക്കുന്നുണ്ട്. ഈ കൊച്ചിൻ്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊച്ചിൻ്റെ അല്ല മിക്ക ഫാമിൽ കൂടെ ഞാൻ പോകാറുണ്ട്. ഞാൻ പ്രത്യേകിച്ച് ഊന്നി പറയുന്നു, മൃഗപരിപാലനത്തിന് നല്ല സംരക്ഷണം, നല്ല സപ്പോർട്ട് ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് കൊടുക്കണം. നമ്മുടെ ഈ പുതിയ തലമുറയിലെ പിള്ളേർ ഇതുപോലെ തന്നെ മൃഗപരിപാലനമായിട്ട് മുന്നോട്ട് വരുന്ന ഇതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നമുക്ക് അഭിമാനിക്കേണ്ട നിമിഷങ്ങളാണ്. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം. ഈ മോൻ്റെയും മോളുടെയും ഈ പശുവിനെ പരിപാലിച്ച് ഉത്സാഹഭരിതരായിട്ട് ഈ പിള്ളേരുടെ പ്രയത്നങ്ങൾ കാണുമ്പോൾ ഒത്തിരി സങ്കടവും അതിനൊപ്പം സന്തോഷം തോന്നും. പക്ഷേ അതിന് ആ പിള്ളേർക്ക് വേണ്ട സപ്പോർട്ട് ഗവൺമെൻറ് ഭാഗത്ത് കൊടുത്തേ മതിയാകൂ. എല്ലാ കിടാക്കൾക്കും സൗജന്യമായിട്ട് കാലിത്തീറ്റ കൊടുക്കാനുള്ളൊരു സപ്പോർട്ടെങ്കിലും നമ്മുടെ കേരളത്തിലെ എല്ലാ തൊഴുത്തിക്കൂടെയും എല്ലാ ഫാമിക്കൂടെയും ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്നാണ് ഞാൻ വിനീതമായിട്ട് ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കുന്നത്. നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നല്ല ഒരു നമസ്കാരം.